ഇനി നമ്മള് മാതാപിതാക്കൾ പാരന്റിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, പാരന്റിങ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അറിയണം എന്ന് മാത്രം. അറിഞ്ഞാൽ വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സീരിയസ് ആണ്, ഗൗരവമുള്ളതാണ്, പക്ഷെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ സംശയങ്ങൾ ചോദിച്ചാൽ നമുക്കതിന് ആൻസർ ചെയ്യാം. നമുക്കറിയാവുന്ന കാര്യങ്ങൾ ആൻസർ ചെയ്യാം. നമുക്ക് ഒന്നിച്ച് ഒരു നല്ല ഒരു ശ്രമം നടത്താം. അല്ലാഹു നമ്മുടെ ഈ ശ്രമങ്ങളെല്ലാം ഒരു പുണ്യമുള്ള സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ചോദ്യം ഉന്നയിക്കുന്നവർ ചോദിച്ചു. ചോദിച്ചോ. സാർ, എൻ്റെ മോള് പഠിക്കണം. ഞാൻ നന്നായിട്ട് പഠിക്കും, ഞാൻ ഫസ്റ്റ് വാങ്ങുന്നൊക്കെ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയും. പക്ഷെ 1-ാം ക്ലാസ്സിലാണ്. പഠിക്കാനിരിക്കുന്ന സമയത്ത് അവൾ പറയും എനിക്ക് പഠിക്കുന്ന ഇഷ്ടമില്ല, എഴുതുന്ന ഇഷ്ടമില്ല, അങ്ങനൊരു സംസാരം. അപ്പൊ ക്ലാസ് അതിനോടൊരു ഇഷ്ടം വരുത്താൻ, അറ്റൻഷൻ കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായത് ക്ലാസ്സിൽ. ക്ലാസ് എത്ര ക്ലാസ് ആണ്? 1-ാം ക്ലാസ്. ഓക്കെ. 1-ാം ക്ലാസ്സിലുള്ള കുട്ടിക്ക് അവരുടെ ക്ലാസ് സംതൃപ്തമാണോ എന്നത് നിങ്ങൾ പരിശോധിക്കുക. 1. 2, നമ്മൾ വീട്ടിൽ വെച്ച് പഠിപ്പിക്കാറുണ്ടോ? വീട്ടിൽ വെച്ച് പഠിപ്പിക്കാറുണ്ടോ? ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല. അവളെ ഇഷ്ടത്തിന് അങ്ങനെ വിടാറാണ് ചെയ്യാറ്. പിന്നെ ക്ലാസ്സിൽ അവൾക്ക് ടീച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചേഴ്സിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഇരുന്ന് പഠിക്കാൻ അവൾക്കാവില്ല, അത്രേ ഉള്ളൂ. അപ്പം വല്ലാതെ ഞാൻ ഫോഴ്സ് ചെയ്യാറില്ല. ഇതിനെക്കുറിച്ച് പഠിച്ചതുകൊണ്ട് കുറച്ച് ഹോംവർക്കുകളൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്യും. ആ രൂപത്തിലാണ് വിടാറ്. അതിൽ ക്ലാസ് ടീച്ചേഴ്സിനോട് അന്വേഷിക്കുക എന്തൊക്കെ വിഷയങ്ങളാണ് പഠിച്ചത്, വീട്ടിൽ നിന്ന് എന്താണ് ചെയ്യാനുള്ളത്, എന്ത് ചെയ്യാനുണ്ടോ എന്നൊക്കെ അവരോട് അന്വേഷിച്ച് മനസ്സിലാക്കുക. ക്ലാസ്സിൽ വെച്ച് പഠിച്ചിട്ടുണ്ടോ, പിറ്റേ ദിവസം വരുന്ന സമയത്ത് അതൊക്കെ പഠിച്ചതൊക്കെ കിട്ടാറുണ്ടോ, ഇത്തരം വിഷയങ്ങൾ ടീച്ചേഴ്സിനോട് സൗഹൃദ സംഭാഷണത്തിൽ അന്വേഷിക്കുക. ഓക്കെ. സാറേ, ആ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? സാർ പറഞ്ഞില്ല ഇപ്പം പഠിക്കുന്ന സമയത്ത് മടി നേരിടണ അങ്ങനത്തെ കുട്ടികളെ പറ്റി പറഞ്ഞില്ലേ? ഓ അപ്പൊ എന്റെ മകൻക്ക് അങ്ങനെ നല്ല മടിയാണ്, ഇരിക്കാനും എഴുതാനൊക്കെ നല്ല മടിയാണ്. അപ്പൊ ഞാന് വീട്ടിൽ നിന്ന് മടി തന്നെയാണ്, ഇരിക്കൂല, ഇരുന്ന് കിട്ടാനൊരു മടിയാണ്. കുറച്ചൊരു ശ്രദ്ധിക്കും, അപ്പോ കരച്ചിലൊക്കെ തുടങ്ങും. അപ്പൊ ടീച്ചർ പറഞ്ഞെന്താ അവിടുന്ന് ഇങ്ങനെ തന്നെയാണ്, മടി തന്നെയാണ്, നമുക്ക് ഇങ്ങനെ തോന്നും മടിയാണെന്ന്. വേറെ എന്തേലും പ്രശ്നം ഉണ്ടോന്ന് അന്ന് നോക്കേണ്ടി വരുന്ന ടീച്ചറും പറഞ്ഞു. അപ്പൊ നമ്മൾ അതിന് എന്താ സൊല്യൂഷന്? ടീച്ചറും പറഞ്ഞ നോക്കേണ്ടി വരുന്നാണ്. നമ്മളെ ഇതില് പറഞ്ഞോ. ടീച്ചർ പറഞ്ഞു നമ്മളെ ഇതില് മടി തോന്നാ എന്തേലും ആണോന്നൊന്ന് ശരിക്കും ഒന്ന് അറിയേണ്ടി വരും. നമ്മള് വിചാരിക്കുകയാണ് മടിച്ചിരിക്കുകയാണെന്ന് ടീച്ചർ പറഞ്ഞേ. അപ്പോ ഈ കുട്ടികൾക്ക് ഞാൻ പറയുന്ന കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു. നമുക്ക് നമ്മളെ മക്കള് പഠനത്തിൽ ഉഷാറാകണ്ട എന്ന് ചിന്തയുള്ള ആളാണോ? അല്ല. അവർക്ക് ഉഷാറാകണം എന്നാണ് ചിന്തയുള്ളത്. പക്ഷേ എവിടെയോ അവരൊരു പ്രയാസം നേരിടുന്നു. ലോകത്ത് ഒരു കുട്ടിക്കും മടി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇല്ല എന്നാണ്. ലോകത്തൊരു കുട്ടിക്കും മടി എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല. പിന്നെ ഉള്ളത് എന്താണ്? മറ്റേതോ ഒരു പ്രശ്നത്തിന്റെ ലക്ഷണമായിട്ട് നമ്മൾ മടി കാണുകയാണ്. അപ്പോ ഈ ലക്ഷണത്തെ അല്ല തിരുത്തേണ്ടത്, ഈ ലക്ഷണം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് പഠിക്കണം. അഥവാ കുട്ടിക്ക് പഠിക്കാൻ ഒരു മടി തോന്നുന്നുണ്ടെങ്കിൽ അതിനെന്തോ ഒരു കാരണം, വേറൊരു കാരണമുണ്ട്. ആ വേറെ ഒരു കാരണത്തിന്റെ ലക്ഷണമാണ് ഈ മടി. അപ്പോ മടിയല്ല പ്രശ്നം, മറിച്ച് മറ്റെന്തോ ഒരു പ്രശ്നമുണ്ട്. അതെന്താണ് എന്ന് കണ്ടെത്താം.
അത് ഒരു നോർമൽ ആയിട്ട് ഒരു ക്ലാസ് ടീച്ചർക്ക് കഴിയുന്നില്ലെങ്കിൽ ആ വിഷയത്തിൽ അത്യാവശ്യം നൈപുണ്യമുള്ള ഒരാളെ സമീപിച്ചിട്ട് പരിഹരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ആളോടും ഇപ്പൊ പറയുന്ന രക്ഷിതാവിനോടും എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മക്കളോടുള്ള നമ്മളെ സമീപന രീതി എപ്പോഴും പരിശോധിക്കണം. ഇപ്പൊ ഈ സമയം, ഇന്ന് ജൂൺ 1 രാത്രി 9:45. ഇന്ന് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റത് മുതൽ ഈ സമയം വരെ, ഈ 10 മണി ആകാറായല്ലോ, ഈ സമയം വരെയുള്ള സംസാരത്തിനിടയിൽ നമ്മുടെ മക്കളോട് ആ കാണുന്ന കാഴ്ചയിൽ ചിരിക്കുകയോ നല്ല മോൻ എന്ന വാക്ക് പറയുകയോ അവരെ അഭിനന്ദിക്കുകയോ ചെയ്തത് എത്ര തവണ ഉണ്ടാവും എന്ന് പഠിച്ചു നോക്കുന്നു. അത് ഇല്ലെങ്കിൽ അതാണ് ആദ്യം തുടങ്ങേണ്ടത്. അതില്ലാത്തൊരു രക്ഷിതാവാണെങ്കിൽ നിങ്ങൾ ആദ്യം അത് തുടങ്ങണം. അത് തുടങ്ങാതെ മറ്റു പരിഹാരങ്ങൾ ഇറങ്ങുന്നത് അപകടകരമാണ്. നിങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുക എന്നത് പലപ്പോഴും അതൊരു ശ്രമകരമാണ്. അതുകൊണ്ട് അതാണ് ആദ്യം ആരംഭിക്കുന്നത്. മക്കളോടുള്ള സമീപന രീതി റെഡിയാണോ, കൃത്യമാണോ എന്ന് പരിശോധിക്കും. അത് റെഡിയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നല്ല ഫലം ഉണ്ടാകും, റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. അതോടൊപ്പം രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, ഒരു പ്രയാസം ഉണ്ടെങ്കിൽ മക്കളോട് സ്വസ്ഥമായി ചോദിക്കുക. ആ പഠിക്കാൻ പ്രയാസം ഉണ്ടാകുന്ന ആ നിമിഷം ചോദിച്ചാൽ ഉത്തരം കിട്ടൂല കേട്ടോ, ശ്രദ്ധിക്കണം. ഇപ്പൊ പഠിക്കാൻ ഇരുന്നു, ഇപ്പൊ എനിക്ക് വയ്യാന്ന് പറയുന്നു, ആ സമയത്ത് എന്താണ് മോളെ പ്രയാസം എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടിക്കൊള്ളണം എന്നില്ല. ചോദിക്കേണ്ടത് സ്വസ്ഥമായ ഒരു സമയത്ത്, മോളെ ഇങ്ങോട്ട് വാ, എന്റെ കൂടെ ഇരിക്ക്, ഞാൻ ചോദിക്കട്ടെ, അതെ എന്ന് പറയുമ്പോ ചോദിക്കുക, മോൾക്ക് പഠിക്കാൻ പ്രയാസം ഉണ്ടാകുന്ന എന്തുകൊണ്ടാന്ന് പറയാൻ പറ്റുമോ? ചോദ്യമൊന്നും ചിലപ്പോൾ മനസ്സിലാവൂല. പിന്നീട് ഒരിക്കൽ പിന്നൊരു തവണയും കൂടി ചോദിച്ചു നോക്കുക, മോൾക്ക് പഠിക്കാൻ എന്താണ് പ്രയാസം എന്ന് ഉമ്മാനോട് പറഞ്ഞു തരാൻ പറ്റുമോ? അതിങ്ങനെ നിർബന്ധിക്കരുത് കേട്ടോ. ഒരിക്കൽ ചോദിച്ചാൽ പറയ് എന്ന് പറഞ്ഞാൽ പിന്നെ തീരെ പറയില്ല. ഒരു തവണയെ ചോദിക്കാവൂ ഒരു സമയം, പിന്നീട് ഒരു സമയത്ത് മറ്റൊരു തവണ ചോദിക്കുക, ഇങ്ങനെ ചെയ്യാവൂ. അപ്പോ ഇതാണ് അവിടെ സ്വീകരിക്കേണ്ട സമീപന രീതി. പറഞ്ഞോട്ടെ. എന്റെ മോന് പിന്നെ ഒരു പ്രണയത്തില് അകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഓൻ വന്നുകാണ്ടിനോട് പറഞ്ഞു, പിന്നെ അങ്ങനെ ഒരു പെൺകുട്ടി ഏറ്റവും ഇഷ്ടത്തിലാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. ഓന് ചാറ്റ് ചെയ്യണുണ്ട്. 9ാം ക്ലാസ്സിലാണ് പഠിക്കണത് ആ മോള്. പിന്നെ ഓനിപ്പോ +2 കഴിഞ്ഞ് പിന്നെ ഇന്റീരിയർ ഡിസൈനിങ് പഠിക്കുവാണ്. അപ്പോ അതൊരു ഹറാമായ രീതി ആയതുകൊണ്ട് തന്നെ അതൊരു വിഷമമുണ്ട്. വലിയ സൊല്യൂഷൻ പറഞ്ഞുതരാൻ. അതില് പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനൊരു പരിശീലന രീതി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇതൊരു ഒറ്റ ദിവസത്തെ ഒരു ക്ലാസ് അല്ലേ, എല്ലാ ആഴ്ചയിലും ഒരു ക്ലാസ് വെച്ചിട്ട് പരിശീലിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട്. അതിൽ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്താൽ കുറച്ചുകൂടി എളുപ്പം ഉണ്ടാകും. ഒന്ന്, എന്നാലും ഞാൻ തൽക്കാലം ഈ സെഷനിൽ പറയാൻ പറ്റുന്ന പരിധിയിൽ നിന്നും ഞാൻ പറയാം. നമ്മുടെ മക്കളോട് നമ്മൾ ചെയ്യേണ്ടത് നല്ല ബന്ധങ്ങൾ പുലർത്തുക. നല്ല ബന്ധം പുലർത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഓപ്പൺ ആകുക. 2, ഞാനിപ്പോ പറയുന്നത് ഒരു വാക്ക് മാത്രമാണ്, അത് കറക്റ്റ് ഫലപ്പെടുന്നത് ആ ഒരു സെഷനിൽ 4 മാസത്തെ 16 ക്ലാസ് ആണ്. അതില് 1 മാസത്തേക്കോ 2 മാസത്തേക്കോ ഒക്കെ ജോയിൻ ചെയ്താലും നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ സാവകാശം പഠിച്ചെടുക്കാം. ഇപ്പോ ഞാൻ രണ്ടാമത്തെ കാര്യം പറയുന്നു. നിങ്ങൾ ആ മക്കളോട്, മോനല്ലേ പറഞ്ഞേ? അതെ, മോനെ. മോനോട് ചോദിക്കുക, മോനെ എന്താണ് മോന്റെ ആ വ്യക്തി ആരാണ്, എന്തൊക്കെയാണ് ആ ഒരു പറയപ്പെട്ട വ്യക്തിയിൽ നീ എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് നിന്റെ പ്ലാന് എന്ന് ചോദിക്കുക. അതൊരു തവണ ചോദിക്കുക. രണ്ടാമത്തെ ഒരു തവണ, അധികം വൈകരുത്, രണ്ടാമത്തെ ഒരു തവണ മറ്റൊരു സമയത്ത് അതേ മോനോട് എന്ത് ചോദിക്കണം? മോനെ ഞാൻ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ. മോനെ ഞാൻ ദീന് പഠിപ്പിച്ചു, ദീന് പഠിക്കാൻ വേണ്ടി മദ്രസയിലും മറ്റുമൊക്കെ പഠിപ്പിച്ചു. അവിടെ ഒരു പുരുഷൻ അന്യ സ്ത്രീയെ നോക്കുന്നത്, കാണുന്നത്, തൊടുന്നത് ഇതൊക്കെ നിഷിദ്ധമാണ് എന്നല്ലേ, ഹറാമാണ് എന്നല്ലേ? അപ്പോ അങ്ങനെ ഒരു ഹറാമായ രീതിയിൽ മോനൊരു ബന്ധം പുലർത്തുന്നത് അത് സ്നേഹമാണോ?
അതൊരു ശരിയാണോ? ഒരു ചോദ്യം. ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ തന്നെ ചോദിക്കണം. കൂടുതൽ വാക്ക് വരരുത്, വാക്കുകൾ ചുരുങ്ങണം, പക്ഷെ ഈ ആശയം കൃത്യമായിട്ട് വരണം. 2, മോനെ, നീ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നാശമുള്ളത് ചെയ്യുന്നത് സ്നേഹമാണോ? നീ സ്നേഹിക്കപ്പെടുന്ന ആൾക്ക് ദുനിയാവിലും കേടാണ്, ആഖിറത്തിലും കേടാണ്. അങ്ങനത്തെ ഒരു സംഗതി ചെയ്യുന്നത് സ്നേഹമാണോ? അല്ല. 3-ാമത്തെ ചോദ്യം എന്താണ് മോനെ, ഇനിയിപ്പോ ഇതിന്റെ പേരിൽ നീ തുടർന്ന് എന്തൊക്കെയാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വിവാഹം കഴിക്കലാണോ? വിവാഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വ്യക്തിയും തമ്മിൽ നടക്കുന്ന പരിപാടി മാത്രം അല്ല, മറിച്ച് ഫാമിലിയും കൂടി ഇൻവോൾവ് ആകുന്ന ഒരു ഏർപ്പാടാണ്. വിവാഹ ജീവിതം എന്നതില് ചില കാര്യങ്ങൾ മാറ്റി നിർത്തി, വളരെ കുറഞ്ഞ ചില കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലും കുറഞ്ഞ ചില വിഷയങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഏർപ്പാടുകളിലെല്ലാം, അതായത് ഇപ്പൊ വിവാഹത്തിന് തന്നെ വിവാഹ ചടങ്ങ്, കൂട്ടിക്കൊണ്ടുപോകൽ, അങ്ങനെ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു ആശുപത്രിയിൽ പോകുമ്പോ, ഇനി ഒരു അക്കീകത്തിറക്കുമ്പോ, ഒരു വീട്ടിൽ കൂടുമ്പോ, വീടുണ്ടാക്കുമ്പോ, എല്ലാ വിഷയങ്ങളിലും ഫാമിലി ടു ഫാമിലി ഇൻവോൾവിങ് ആവശ്യമുള്ള ഒരു ജീവിത രീതിയാണ് മാരേജ് ലൈഫ് എന്ന് പറയുന്നത്. അത് ബിൽഡ് ചെയ്യേണ്ടത് നമുക്ക് ഏതോ ഒരു നിമിഷം തോന്നുന്ന ഒരു ഇഷ്ടത്തിന്റെ പുറത്തല്ല. 1. 2, വൈകാരികത കത്തി നിൽക്കുന്ന പ്രായത്തിൽ തന്റെ ഇണയെ തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് അപക്വതക്ക് സാധ്യത ഉള്ളതാണ്, പക്വത നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളത്. അവിടെ ഏറ്റവും സുരക്ഷിതരാരാന്നറിയോ? പാരന്റ്സ് ആണ്. പാരന്റ്സിന് ഒരിക്കലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഈ ഈ ത്രില്ല് കത്തി നിൽക്കുന്ന ഈ പ്രായത്തിൽ ഇവരെന്തും ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. പക്ഷെ കുറച്ചങ്ങോട്ട് എത്തുമ്പോ ഇത് മുന്നോട്ട് പോകൂലെന്ന് തീരുമാനിക്കും. ഒരു കുട്ടിയായി 2 കുട്ടിയായി ഇത് മുന്നോട്ട് പോകില്ലാന്ന് തീരുമാനിക്കുന്നു, കൊത്തിപ്പിരിയുന്നു. ആ കുട്ടികളുടെ ജീവിതം നരക തുല്യമാകുന്നു. ആ കുട്ടികൾ ജീവിതം മുഴുവനും ജീവിതത്തെ ശപിക്കുന്ന 2 ജന്മങ്ങളായി ആ കുട്ടികൾ മാറുന്നു. ഇങ്ങനെ ആകണോ? ഇത് ആ കുട്ടികളുടെയും കൂടി അവകാശം സംരക്ഷിക്കപ്പെടേണ്ടതല്ലേ? അപ്പോ എങ്ങനെയാണ് വിവാഹ ജീവിതം ആരംഭിക്കേണ്ടത്? ഫാമിലി ടു ഫാമിലിയാണ്. അവിടെ ചോദ്യം ഉണ്ടാകും, ഫാമിലി ടു ഫാമിലി ആകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ലേ? അവിടെ പ്രശ്നം ഉണ്ടായാൽ ഇടപെടാൻ ആളുണ്ട്. അതേസമയം പേഴ്സൺ ടു പേഴ്സൺ ഈ ഫാമിലി ഒക്കെ ഉപേക്ഷിച്ച് ഫാമിലിയുമൊക്കെ തള്ളിപ്പറഞ്ഞ് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോ, അല്ലെങ്കിൽ ഹറാമിലൂടെ കുറെ കാലം ഹറാം ചെയ്തിട്ട് പിന്നീട് ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്യുമ്പോ അത് സ്വന്തം തന്നെ ആത്മവിശ്വാസം ഉണ്ടാവില്ല, സ്വന്തം തന്നെ മനസാക്ഷി ഒരിക്കലും അതിനെ അംഗീകരിക്കൂല. അങ്ങനെ ആകുമ്പോ അത് വലിയ പ്രശ്നങ്ങൾക്ക് ഇടവരും. അതുകൊണ്ട് എൻ്റെ മോൻ ഇത്തരം ഒരു അബദ്ധങ്ങൾക്ക് തുനിയരുത് എന്ന് ശാന്തമായ ഭാഷയിൽ പറയാം. ഇതെന്റെ ഒരു 2-ാം നമ്പർ ഉത്തരമാണ്. ശരിയായ പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ പ്രാക്ടിക്കൽ സെഷനിലൂടെ വന്ന ആ 16 സെഷൻ അതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ മക്കളോട് സംസാരിക്കാൻ, പ്രാക്ടിക്കലായി പഠിക്കാൻ അതൊരു വേദിയാകും. അതുകൊണ്ട് പറ്റുമെങ്കിൽ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിന്റെ വശങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പങ്കെടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് ഈ ലിങ്ക് തന്ന ലീഡേഴ്സ്, ആപ്പിസോൺ ലീഡേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതിന്റെ വിശദ വിവരങ്ങൾ കിട്ടും ഇൻഷാ അല്ലാഹ്. അതിന് പറയാം ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് എന്നാ പറയാം, ലെറ്റ് എന്ന് പറയും. അതിൽ പറ്റുമെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്താൽ മതി. നമ്മൾ കുറച്ച് കാലം അവരോട് സംസാരിച്ചു, പ്രശ്നമൊക്കെ ഉണ്ടാക്കി, ഇനിയൊന്നും ഉണ്ടാകൂല എന്ന് പറഞ്ഞു, ഞാൻ അത് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു, അതുകൊണ്ടെല്ലാം തീർന്നു എന്ന് വിശ്വസിക്കുന്ന അത്തരം ബുദ്ധിശൂന്യരായി നിങ്ങളാരും മാറൂല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 1-ാം ക്ലാസ്സിലെ കുട്ടി രാവിലെ എഴുന്നേറ്റാൽ പല്ല് തേപ്പിച്ചു,
രാവിലെ എഴുന്നേറ്റ് പല്ല് തേപ്പിച്ചതാ എടുക്കുമോ എന്നൊക്കെ ചോദിക്കും. നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത് അല്ലെ? ഓക്കെ. അതായത് കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് ഒരു മുഷിപ്പോടെ പറയുമ്പോൾ ഒന്ന് എന്നെ എടുക്ക് എന്ന് പറയുമ്പോ ഒന്ന് എടുത്തു കൊടുക്കണം. അതിന് മുഷിപ്പ് ഉണ്ടാകരുത്. ഓ വയ്യ എന്ന് പറഞ്ഞാൽ അടുക്കള പണി തന്നെ ഒരു വയ്യാവേലിയായിട്ടാണ് കാണുന്നത്. അങ്ങനെ ആകരുത്. ഒരു പണി എടുക്കുകയാണെങ്കിൽ ആസ്വദിച്ചേ എടുക്കാവും. അടുക്കള പണിയൊക്കെ എടുക്കുമ്പോൾ ഇസ്ലാമിക് കൺസെപ്റ്റ് കുറച്ചുകൂടി എളുപ്പമാണ്. കൂലി കിട്ടും, പ്രതിഫലം കിട്ടുമെന്ന് വിശ്വസിച്ചാൽ തന്നെ എളുപ്പമായി. അപ്പൊ അങ്ങനെ ഒരു മൈൻഡോട് കൂടെ ചെയ്യുകയാണെങ്കിൽ മുഷിപ്പ് ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഓ ഉണ്ടാകാനും എന്നെ ഇടങ്ങാറാക്കാനായിട്ട് ജനിച്ചതാ എന്ന് പറയുന്ന രീതിയിൽ ആ മക്കളെ സമീപിക്കാതെ ഒന്ന് എടുത്തൊക്കെ കൊടുത്ത്, നല്ല ഉമ്മ കൊടുത്ത്, നല്ല സ്നേഹവും സന്തോഷവും ഒക്കെ കൊടുത്ത്, എന്നിട്ട് അവരൊന്ന് സഹായിച്ചു കൊടുക്കുക. ഒരു ദിവസം സഹായിച്ചു കൊടുത്തിട്ട് അന്ന് വൈകുന്നേരം ചോദിക്കാം, നാളെ മോന് സ്വന്തം പല്ലേക്കൂലേ? പിറ്റേ ദിവസം ആവശ്യമുണ്ട്, പിറ്റേ ദിവസം സഹായിച്ചു കൊടുക്കുക. അങ്ങനെ പിറ്റേ ദിവസം വൈകുന്നേരം ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് ഒന്നുകൂടി ചോദിക്കുക, ഇനി മോന് സ്വന്തം പല്ലേക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു 2-3 തവണ ചെയ്താൽ തന്നെ സ്വയം ചെയ്യും. പക്ഷെ കലാകാലം എപ്പോഴും ചെയ്തു കൊടുക്കരുത്, ശ്രദ്ധിക്കണം. അവരെയും കൂടി ചെയ്യിപ്പിക്കണം. പക്ഷെ അവര് ചെയ്തതാന്ന് പറയുമ്പോൾ ഞാൻ ചെയ്തു തരൂല എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്തരുത്. സപ്പോർട്ട് ചെയ്യുക, ഒന്ന് എടുക്കുകയൊക്കെ ചെയ്ത് പല്ലൊക്കെ തേച്ചു കൊടുത്ത് സഹായിച്ചൊക്കെ കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യും. അത് അവർക്ക് ഭയങ്കര സ്നേഹമാണ്. ഒരു ലവിങ് ലാംഗ്വേജ് ആണ്, ലവ് ലാംഗ്വേജ് ആണ്, ഒരു സ്നേഹ ഭാഷയാണ്. എന്ത്? ആക്ട് ഓഫ് സർവീസ്, സേവന സന്നദ്ധത. അപ്പൊ ഒരു പല്ലേക്കണമെങ്കിൽ തേച്ചു കൊടുത്ത്, ഒരു ഡ്രസ്സൊക്കെ എടുക്കണേ എടുത്തു കൊടുത്ത്, പുസ്തകവും ബാഗൊക്കെ എടുത്തു വെക്കാനൊന്ന് സഹായിച്ചൊക്കെ കൊടുക്കുന്നത് അതൊരു സ്നേഹഭാഷയാണ്. പക്ഷെ എന്നും അത് ചെയ്യുന്നതിന് പകരം ആവശ്യമുള്ള സമയങ്ങളിൽ ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദേഷ്യം ഒഴിവാക്കാനുള്ള പ്രാക്ടിക്കൽ സൊല്യൂഷൻ എന്താണ്? അത് ട്രെയിനിങ്ങിലാണ് പങ്കെടുക്കേണ്ടത്. നമ്മുടെ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്ങിന് പങ്കെടുത്താൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കത് പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റും. കുട്ടിയുടെ ദേഷ്യം, അതിന് ചെയ്യേണ്ടത് കുട്ടിയോട് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിവിടെ വിശദമായിട്ട് പറയുന്നില്ല, പറഞ്ഞ സമയം മതിയാകൂല, അപ്പോ സമയം ദീർഘിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടാൽ എളുപ്പമായിരിക്കും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അത് ഇതാ ഞാനൊന്ന് ടൈപ്പ് ചെയ്യാം, നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്താൽ ഇപ്പൊ തന്നെ നോട്ട് ചെയ്യണം. അവിടെ എന്തുകൂടി ചെയ്യാന്നറിയാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ യൂട്യൂബിൽ എന്റെ പേര് കൂടി ചേർത്തിട്ട് സെർച്ച് ചെയ്താൽ ആ വീഡിയോ കിട്ടും. ആ വീഡിയോ ഒന്ന് പലതവണ 2-3 തവണ ഒന്ന് കണ്ടിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ കുട്ടികളുടെ ദേഷ്യത്തിൽ നല്ല മാറ്റമുണ്ട്. അവരോടുള്ള പെരുമാറ്റം നന്നായാൽ തന്നെ, പെരുമാറ്റവും നല്ല അഭിനന്ദനവും കിട്ടിയാൽ മാറും. പക്ഷെ അത് ചില മൈന്യൂട്ടായ ചില പോയിന്റിൽ നിന്ന് ചിലപ്പോൾ റൂട്ട് മാറിപ്പോകാൻ സാധ്യത ഉണ്ട്. പരിശീലനം കിട്ടിയാൽ അതിനും നല്ല മാറ്റം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. അപ്പോ നിങ്ങളുടെയൊക്കെ ഇത്രയും സമയമുള്ള സഹകരണം, നിങ്ങൾ കേൾക്കാൻ മനസ്സ് കാണിച്ചത് പ്രത്യേകിച്ച് നിങ്ങളോട് സന്തോഷം അറിയിക്കുന്നു. ഇതെല്ലാം നല്ലൊരു സൽക്കർമ്മമായി സ്വീകരിക്കപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു ഇതെല്ലാം ഒരു പുണ്യമുള്ള സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പങ്കെടുത്ത എല്ലാവരെയും ഹാപ്പി സോണിന്റെ സന്തോഷം അറിയിക്കുന്നു. ചോദ്യങ്ങൾ ചോദിച്ചു ഇത്രയും സമയം പങ്കെടുത്ത 100ഓളം പേര് ഇന്നും പങ്കെടുത്തു. നെറ്റിയിൽ എന്താ പറ്റിയത്? ചെറിയൊരു മുറിവാണ്. മുറിവ് അത്
സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഇപ്പൊ ആശ്വാസമുണ്ട്. നിങ്ങളൊക്കെ എല്ലാ നന്മക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞാൻ ഇൻഷാ അല്ലാ നിങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യും. ഇൻഷാ അല്ലാ എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലാസിന്റെ ലിങ്ക് യൂട്യൂബിൽ നൽകാം കേട്ടോ. നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം.